വെളിച്ചെണ്ണയുടെ വില കുറയുന്നു പറയുന്നല്ലാണ്ട് കുറയുന്നില്ലല്ലോ. കുറയുന്നു ഞാനായിട്ടും പറഞ്ഞിട്ടൊന്നുമില്ല. ആ എന്താടി? ഞാൻ വക്കീലിൻ്റെ അടുത്ത് പോയിട്ടേ വീട്ടിലേക്ക് വരുള്ളൂ. അവരോട് പണി തീർത്തിട്ടേ എന്നിട്ട് അവരോട് തേച്ചോളാൻ പറഞ്ഞോ. ഇന്നലത്തെ പോലെ ഒരു ഞാനില്ലാന്ന് കരുതി നീ ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. അതൊക്കെ ഞാൻ മേടിച്ചു വെച്ചിട്ടുണ്ട്, കൊണ്ടുവന്നോളാം. നിനക്കൊന്ന് അമ്മയും പങ്കന്മാരുമില്ലടാ ബെടക്കെ. എന്താ എന്റെ അടുത്തിരുന്ന് ഈ മാന്യൻ എഴുന്നേറ്റ് പോയി അവരുടെ അടുത്ത് ഇരുന്നപ്പോഴേ എനിക്ക് സംശയം തോന്നിയതാ. എന്നിട്ട് എന്താ ഉണ്ടായത്? ഇവൻ അവരുടെ കൈമ കയറി പിടിച്ചെന്നേ. കണ്ടക്ടറെ, വണ്ടി സ്റ്റേഷനിലോട്ട് പോട്ടെ. അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾക്ക് ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ. നിങ്ങൾ വലിയ വർത്താനൊന്നും പറയണ്ട. കാണിക്കുന്ന മടിത്തരങ്ങളിൽ ഞാനൊന്നും ചെയ്തിട്ടില്ല. നീ മിണ്ടരുത് നമുക്ക്. വണ്ടി സ്റ്റേഷനിലോട്ട് പോട്ടെ. എന്നാ പിന്നെ അത് തന്നെയാ നല്ലത്. സത്യം പോലീസുകാർ കണ്ടുപിടിക്കട്ടെ. ദയവ് ചെയ്ത് ഞാൻ പറയുന്നു കേൾക്കൂ. ഞാൻ കാലത്ത് 8 മണിക്ക് മുട്ടറ ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ സ്ത്രീ അങ്ങോട്ട് വന്നത്. എനിക്ക് പോകേണ്ട ബസ് വന്നപ്പോൾ ഞാനതിൽ കയറിയില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ വന്ന ബസ്സിൽ ഇവർ കയറി, ഞാൻ പുറകെ കയറി. അപ്പോൾ താൻ വെൽ പ്ലാൻഡ് ആയിരുന്നു അല്ലേ? പറയാം. ഞാനും ഈ പുള്ളിയും ഒരു സീറ്റിലിരിക്കുകയായിരുന്നു. പുള്ളിയുടെ കണ്ണൊന്ന് തെറ്റിയപ്പോൾ ഞാൻ പെട്ടെന്ന് ഇവരുടെ അടുത്തേക്ക് മാറിയിരുന്നു. കണ്ട ഇപ്പൊ എങ്ങനെയുണ്ട്? എന്നിട്ട് താൻ ഇവരുടെ കൈ കയറി പിടിച്ചു അല്ലേ? പിടിച്ചു. പൊതുവെ സ്ത്രീയുടെ കൈ മാർദ്ദവമുള്ളതായിരിക്കും, പുരുഷൻ്റേത് ബലിഷ്ടവും. പിടിച്ചപ്പോൾ മനസ്സിലായി ഇത് സ്ത്രീയല്ല, പുരുഷനാണെന്ന്. ബസ് സ്റ്റോപ്പിൽ വെച്ച് പർദ്ദക്കുള്ളിലൂടെ ഈ കണ്ണുകൾ ഞാൻ തിരിച്ചറിയുകയായിരുന്നു. അതൊന്ന് ഉറപ്പുവരുത്താനാ പിന്തുടർന്നതും കൈ പിടിച്ചതുമൊക്കെ. പത്മിനി വധക്കേസിലെ പ്രതി, തീരെ ദയയില്ലാത്ത ദയാനന്ദൻ, കോടതിയിലേക്ക് കൊണ്ടുപോകുന്ന വഴി പോലീസിനെ വെട്ടിച്ച് കടന്നു കളഞ്ഞവൻ. അവൻ എന്റെ റൂമിലേക്ക് കൊണ്ടുവരെ. ശരിക്കുള്ള കാര്യങ്ങൾ അറിയാണ്ട് നിങ്ങളെ നമ്മളെ തെറി വിളിച്ചു. ക്ഷമിക്കണോട്ടാ. സാരില്ല, ന്യൂനപക്ഷല്ലേ. എന്നാലും അതുമ്പോ തന്നെ പിടിച്ച് കളിച്ചോ. എന്നാലും കണ്ണു മാത്രം കണ്ട് എങ്ങനെ ഒരാളെ തിരിച്ചറിഞ്ഞു? നമ്മൾ നമ്മുടെ കണ്ണും കാതും ജാഗ്രതയോടെ എപ്പോഴും തുറന്നു പിടിച്ചാൽ മതി സുഹൃത്തെ. എല്ലാം കാണും, എല്ലാം അറിയും. നിർത്ത അങ്ങോട്ടൊക്കെ നിർത്ത. ആ ബുക്കും പേപ്പറും എടുത്ത് സീറ്റ് എടുത്തേക്കല്ലേ. ഹലോ സത്യനാഥ, ഇത് ഫൈൻ അടിച്ചു കൊടുക്കും. ശരി സാർ. അയ്യോ മനസ്സിലായി സാർ. എടോ, നമ്മുടെ ചെക്കന്റെ വണ്ടി ഏതോ ഒരു കാർന്നോരുടെ മേത്തൊന്ന് ചെറുതായിട്ട് ഒരത്തി ഹോസ്പിറ്റലിൽ എത്തിച്ച് വേണ്ടതൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നാലും വയസ്സുകാലത്ത് അച്ഛന്റെ പേരിൽ 4 കാശ് കിട്ടുന്ന കാര്യമല്ലേ? മക്കള് വെറുതെ ഇരിക്കോ? സാറ് സമാധാനമായിട്ട് നമ്മുടെ പതിവ് സ്കോച്ചിലൊരു പിടി പിടിച്ചിരുന്നു. താനത് അത്ര നിസ്സാരമായിട്ട് എടുക്കണ്ട. നീർക്കോലി കടിച്ചാലും അത്താഴം മുടങ്ങും. അതേ നീർക്കോലിയെ കൊണ്ട് എനിക്കൊരു പരാതിയില്ല എന്നൊരു വെള്ള കടലാസിൽ എഴുതി വാങ്ങിച്ചിട്ട് ഞാൻ അങ്ങോട്ടൊരു വരവ് വരും. എനിക്കൊന്ന് കാണേണ്ട ആവശ്യമുണ്ട്. ശരി ശരി.
ഹലോ, ശരി സാർ. ഓക്കെ സാർ. ഓക്കെ. ഇല്ല, സുബ്രൻ സാർ എത്തിയിട്ടില്ല സാർ. മനസ്സിലായി സാർ. ഇത് ഇറങ്ങായി. ഓക്കെ. ഇടി കൊണ്ട കാരണവരുടെ വെടി തീർന്നിട്ടുണ്ടാവും. ഇതൊക്കെ നമുക്ക് അറിഞ്ഞൂടെ? ഗോപിയെ, ജാലി വന്നിട്ടുണ്ട്. ചിക്കിലി കാണിച്ച് വളഞ്ഞു പിടിച്ചാ ചത്തവനെ എഴുന്നേപ്പിച്ച് നിർത്തി തരാമെന്ന് കയറി അങ്ങേക്കും. തിന്നോട്ടെ, വയറ് നിറച്ച് തിന്നോട്ടെ. എന്നാ ആ ഇല വടിച്ച് കുറച്ച് ഈ ചിറിയിലോട്ടൊന്ന് തേച്ച് തരാ. അത് ചെയ്യില്ല. വാ പോവാം. ജോസ് വന്നോ? ഗോപിതം കലമേളയ്ക്ക് പേര് കൊടുക്കുന്നൊന്നുമില്ലേ? ഞാനില്ല സാർ. എന്തിനാ സാർ ഇത്ര പെട്ടെന്ന് ഡിസ്ചാർജ് ആയി വന്നത്? കയ്യിൽ നല്ല വേനുണ്ടായിരിക്കും അല്ലേ? സാർ ഇന്ന് റെസ്റ്റ് ചെയ്യൂ. പുറത്തേക്ക് പോവാണോ? ഞങ്ങളിതാ ഇപ്പം എത്തും സാർ. എങ്ങോട്ട് പോവാ? അതൊരു കാർന്നോരൊരു വണ്ടി ഇടിച്ചു. ഹോസ്പിറ്റൽ വരെ ഒന്ന് പോണം സാർ. സത്യം സാറ് വിളിച്ച് പറഞ്ഞതായിരിക്കും അല്ലേ? അതെ സാർ. അങ്ങനെയാണെങ്കിൽ വെറും കൈയോടെ മടങ്ങേണ്ടി വരില്ല. ഞാനും വരാം. അല്ല സാർ, ഞങ്ങൾ പോയിട്ട് വണ്ടി എടുക്ക് ജോസേ. ഞാൻ വേഷം മാറിയിട്ട് വരാം. ഗോപിയെ, ജാലി കൂടി. ഒമ്പത് അവിടെ സാർ. കേശവൻ ഇവിടെ ഉണ്ട് സാർ. കിടന്നോളൂ കിടന്നോളൂ കിടന്നോളൂ. എങ്ങനെയാ റോഡൊക്കെ ക്രോസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണ്ടേ? എന്തോ ഇപ്പോഴത്തെ ഒരു ട്രാഫിക്. വയസ്സെത്രേ? 65. ആഹാ, ഈ പ്രായത്തിലുള്ള ഇങ്ങനെ ഒറ്റയ്ക്ക് വിട്ട നിങ്ങളെ വേണം കുറ്റം പറയാൻ. കണ്ണും കണ്ടുകൂടാ, ഒരു ശ്രദ്ധയില്ല. ഇപ്പൊ ഇടിച്ച വണ്ടി ഏതാണെന്നോ നമ്പർ എന്താണെന്നോ ഒന്നും അറിഞ്ഞുകൂടാ. നാടകം എഴുതാൻ വന്നതല്ലേ? എൻ്റെ കണ്ണിന് ഒരു കുഴപ്പമില്ല. ആ മാധവനെ എനിക്കറിയാം. എന്നെ ഇടിച്ച മാധവന്റെ വണ്ടിയും അറിയാം. വണ്ടി ഓടിച്ചിരുന്ന അയാളുടെ ചെക്കനെ ഞാൻ ശരിക്കും കണ്ടതാ. അല്ല, നിങ്ങൾ പോലീസുകാരെന്തെങ്കിലും എഴുതി പിടിപ്പിക്കാനാ വന്നതെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. ഞാനോ എൻ്റെ മോനോ എത്ര ഒച്ച വച്ചാലും മാധവനോട് ജയിക്കാൻ കഴിയില്ല എന്ന് എനിക്കറിയാം. പക്ഷേ എന്നെ കൊണ്ടാവുന്നത് അത് ഞാൻ ചെയ്യും. കേശവ കേസിന്റെ ഒക്കെ പുറകെ അയാൾ പറയട്ടെന്ന്. ഇടിപ്പിച്ചത് തന്നെയാ സാറേ, എനിക്ക് ഉറപ്പുണ്ട്. നീ ഇങ്ങോട്ട് വന്ന്. എന്താ പേര്? സജീവൻ. സജീവ, കേസിന് പോയുള്ള കുഴപ്പം ഞാൻ പറഞ്ഞു തരണ്ടല്ലോ. അല്ല സാറേ, ഇപ്പോഴത്തെ ആവേശത്തിന് അച്ഛൻ പറയണത് കേട്ട് ഈ കേസിന് പോയാൽ തന്നെ ചുരുങ്ങിയതൊരു 5-6 കൊല്ലം കിട്ടാൻ പോകുന്നത് നക്കാപ്പിച്ച്. വക്കീൽ ഫീസ് കൊടുക്കാൻ പിന്നെ നിങ്ങൾ കയ്യിൽ നിന്ന് എടുത്തിട്ടുണ്ടവർ. അത് കൂടുതലൊരു ചുക്ക് സംഭവിക്കാൻ പോകില്ല. ബുദ്ധി ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യും, നമുക്ക് ഇതങ്ങോട്ട് കോംപ്രമൈസ് ആക്കാം. സാമാന്യം നല്ലൊരു തുക ഞാൻ വാങ്ങിച്ചു തരികയും ചെയ്യാം. എന്നാലും സാർ, ഇതൊക്കെ ചെറിയ കേസല്ലേ. നീ വാ, കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. വണ്ടിയുടെ നമ്പർ KL56 45 45. വണ്ടിയുടെ പേരൊന്നും എനിക്കറിയില്ല. നല്ല പച്ച നിറത്തിലുള്ള വണ്ടിയാണ് സാറേ. ജോസേ, മാധവന്റെ ഫാക്ടറിയിലെ പഴയ ഒരു പണിക്കാരനായിരുന്നു ഈ കേശവൻ. ഫാക്ടറി വിൽക്കേണ്ടി വന്നപ്പോൾ തൊഴിലാളികൾക്ക് ന്യായമായും കൊടുക്കേണ്ടിയിരുന്ന പിരിച്ചുവിടൽ ആനുകൂല്യം മാധവൻ കൊടുക്കാതിരുന്നപ്പോൾ കേശവൻ അതിനെ ശക്തമായി എതിർത്തു. സമുദായത്തിന്റെ കൂട്ടുപിടിച്ച് കാശ് കേശവൻ മേടിച്ചെടുത്തു. അങ്ങനെ ഒരു ഊഷ്മളമായ സ്നേഹബന്ധം ഇയാൾക്കുണ്ട് മാധവനുമായിട്ട്. നമ്മൾ ഇതൊക്കെ അന്വേഷിക്കണോ? പിന്നെ സത്യവും നീതിയൊക്കെ നമ്മളെ അന്വേഷിച്ച് ടാക്സിയും പിടിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് വരുമോ? കൃത്യമായി ശമ്പളം വാങ്ങുന്നുണ്ടല്ലോ. ഇടയ്ക്കിടയ്ക്ക് പുറത്തിറങ്ങി സത്യം നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിക്കണം. അപ്പൊ പോവല്ലേ ജോസേ? ജോസേ. ആ സർ. പിടി. വരണണ്ടേ, വെറുതെ എന്നെ കൂടി കൊലക്കി കൊടുത്തില്ലേ? ഞാൻ എത്ര തവണ പറഞ്ഞതാ, വെറുതെ അല്ല മണൽ മാഫിയക്കാർ കൈ ഇങ്ങനെയാക്കിയത്. ഞാനിത് ആരോടെ പറയണത്? ഈ സ്വഭാവമൊക്കെ മാറണമെങ്കിൽ അങ്ങ് തെക്കോട്ട് എടുക്കേണ്ടി വരും.
ആ രാജു വധക്കേസിന്റെ ഫയൽ എടുക്ക്. ഏത് വധം? ഫയൽ എടുക്കണോ? ഇതാ ഫയൽ. IG വേദനായകത്തെ കണ്ടിട്ടായി കളി അല്ലേ? രണ്ടും കൂടി എന്നെ അങ്ങ് ഉണ്ടാക്കൂ. സുബ്ര, ഇത് ലാസ്റ്റ് വാണിങ്ങ. ഇനി കളിച്ച ഞാനിടയ്ക്ക് ആലോചിക്കാറുണ്ട് സാറിൻ്റെ കഷ്ടപ്പാടിനെ പറ്റി. കാശ് തന്ന് സാറിനെ ചീത്തയാക്കുന്നവൻ്റെയൊക്കെ വീട്ടിൽ മീൻ വാങ്ങിച്ചു കൊടുത്തും സ്കോച്ചിൽ ഐസിട്ട് കൊടുത്തും കുട്ടികളെ കളിപ്പിച്ചും കുളിപ്പിച്ചും സാറിനാരാ സത്യനാരായണൻ പേരിട്ടത്? നിന്റെ ഒടുക്കത്തെ ചിരി നിർത്തിക്കോ സുബ്ര. നീ കളിച്ച എത്ര ദിവസം കൂടി കളിക്കുമെന്നറിയോ? കൂടി പോയ 10 ദിവസം. അതിനുള്ളതൊക്കെ ഞാൻ ഒരുക്കി വച്ചിട്ടുണ്ട്. എൻ്റെ ഒടിഞ്ഞ് സ്റ്റീലിട്ട് സാല്യൂട്ട് അടിക്കാൻ പറ്റാത്ത ഈ കൈയുണ്ടല്ലോ, അത് ഒരു അനുഗ്രഹമായിട്ട് എനിക്കിപ്പോൾ തോന്നുന്നു. സാറിനെ പോലുള്ളവരെ സാല്യൂട്ട് അടിക്കാതിരിക്കാൻ ഒരു കാരണം കിട്ടിയല്ലോ. ഈശ്വര, വിനായക, ഗണപതി ഭഗവാനെ കാത്തോളിനെ. എന്റെ പൊന്നുപടി, എന്താണ് പൂജ ഐറ്റംസ് വിൽക്കണേ? ഒരുമാതിരി വിളക്കൊക്കെ കത്തിച്ച് സ്മോക്കൊക്കെ ഇട്ട് എന്തൊന്ന് കോലാണ് പടി. വെറുതെ കോമഡി കാണിച്ച് പിള്ളേരെ ചിരിപ്പിക്കല്ലേ. എടാ പോടാ കള്ള. ദേ നമ്മ റിസ്ക് എടുത്തിട്ടാണ് പുതിയ ഫാഷനെ കണ്ടുപിടിച്ച് ന്യൂ ജനറേഷൻ കൂടെ അടുപ്പിക്കാൻ നോക്കുന്നത്. അപ്പോഴാണ് ബടിയോടെ നിന്ന് ഇറങ്ങിപ്പോ. എല്ലാ അമ്പലത്തിലും പോയി ഭജനേരി, അതാണ് ബെസ്റ്റ്. ഒറ്റ മാസം കൊണ്ടുണ്ടല്ലോ ഈ കടയുടെ കളർ ഫുള്ള് നമ്മ മാറ്റിത്തരും. ഇല്ലെങ്കിൽ ഉണ്ടല്ലോ ഈ കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യുന്നത് കണ്ടുപിടിക്കും. അതെങ്കിലും ചെയ്യും ബടി. ഒരു 2 സെക്കൻഡ്. ഒരു 100 രൂപ ഡീസി. വോഡഫോണാണോ? പറയ്. നോക്കട്ടെ, ചിലപ്പോ വരും. നോക്കട്ടെ എന്ന് പറഞ്ഞില്ലേ. ഫോൺ വെക്കേ. മദറാണല്ലേ? ആണെന്നേ, ഒരുമാതിരി. ചേട്ടാ, ചാർജ് ആയിട്ടില്ലല്ലോ. ചാർജ് ആയിട്ടില്ലേ? വഴി തരിട്ട് വെക്കോ, എല്ലാം സെറ്റാണ്. 9846582880 അല്ലേ? അല്ല, 886. ചതിച്ചല്ലോ ദൈവമേ. വടി പണി പാളിട്ടാ, കാശ് പോയി. മോനെ കൈനീട്ടാടാ. കൈനീട്ടൊന്നും തന്നാണ്ടല്ലോ, മനുഷ്യന്റെ സമയവും കളഞ്ഞ്. ബടി നമ്മ ഈ 6ന്റെ തുമ്പ് കണ്ടില്ലടാ. എടാ നീ 2 മാസം ആയാലോടെ ഈസി ചാർജ് എന്ന് പറഞ്ഞാൽ കടം പിടിപ്പിക്കാൻ തുടങ്ങിയിട്ട്. നീ എന്തെങ്കിലും ഒരു പണി മര്യാദക്ക് ചെയ്തിട്ടുണ്ടോ? ഒരു ദിവസം കൂടെ നോക്കും ഞാൻ, ഇല്ലെങ്കിൽ നീ വിട്ടോ കൊച്ചിക്ക്. കസ്റ്റമേഴ്സ് നമുക്ക് പിന്നെ സംസാരിക്കാം. ഒരു 52 മച്ചാനെ ഒന്ന് ടൈപ്പ് ചെയ്തേക്ക്, അത് നല്ലത്. ബാക്കി 2 എവിടെ? 2 രൂപയല്ലേ തരാൻ കുമാരേട്ടാ. ചേഞ്ച് ഇല്ല. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ ശരിയാകുന്നേ? ഇതിന്നൊക്കെ 1-2 കിട്ടുന്നത്.
നിന്നെ പോലെ 10 എണ്ണം വന്നാ ഈ കാശ് ഞാൻ എവിടെ എടുത്തിട്ട് കൊടുക്കും. കളിക്കാതെ കാശ് എടുക്കുക ക്രിസ്റ്റി. കാശ് കിട്ടാതെ ചാർജ് ചെയ്തത് നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലടാ കുരുടാ. കാശ് എടുക്കുന്നേ. ഇതെന്താണ് കുമാരേട്ടാ, കാലത്ത് തന്നെ കലിപ്പാണല്ല. നാളെ തരാന്നേ. നീ കാശ് തന്നിട്ട് പോയാ മതി. നാണ ഇല്ലല്ലോടാ കാലത്ത് എങ്ങനെ തണ്ടി തിന്നാനായിട്ട്. തനിക്ക് കാശ് കിട്ടിയില്ല, നീ ചലക്കണ്ട. ഈസിയാണോ? ആ എടാ നന്നായി നോക്കി ചെയ്യ് കുരുടാ. ചെയ്യാ. കുമാരേട്ടാ താക്കോലുണ്ടോ? ഇല്ലടാ ഞാൻ കണ്ടില്ല. എടാ നീ എങ്ങാനും കണ്ടോടെ താക്കോൽ ഇവിടെ ഇരുന്നത്? ഇവൻ കാണുകയും ചെയ്യും. തമാശ കളാന്നേ. താക്കോല് വന്നേ. എടാ കാര്യമായിട്ടാടാ പറയുന്നത്. താക്കോല് ഞാൻ കണ്ടില്ല. എടി താക്കോല് വീട്ടിൽ നിന്ന് എടുത്താ. ആ പിന്നെ ആ വണ്ടി ഞാൻ തലേ കയറ്റി കൊണ്ടുവന്ന ആ അമ്പലത്തിന്റെ വെടിക്കെട്ടിന്റെ ഇടയിൽ എങ്ങനെ കൊണ്ടുപോയി പൊട്ടിച്ചാകട്ടെ ഈ സാധനം. കുമാരേട്ടാ സീരിയസ് ആയിട്ടാ, പോയിട്ട് വേറെ പണിയുണ്ട്. നീ നിന്റെ പണി നോക്കടാ ചക്ക. എന്റെ എങ്ങും താക്കോലില്ല. കുമാര തനിക്കിട്ടൊരു പണി തരണമെന്ന് ഞാൻ പലവട്ടം കരുതിയതാ. ഞാൻ എന്ത് ചെയ്തു? പിന്നെ തരാത്ത എന്തുകൊണ്ടാന്നറിയോ? ഇതിനേക്കാട്ടിലും വലിയൊരു പണി താൻ വയസ്സുകാലത്ത് താങ്ങൂല. തന്റെ 16 അടിയന്തരത്തിന് അച്ചാറും വിളമ്പിട്ട് ഇവൻ കൊച്ചിക്ക് പോകും കേട്ടോ. ചേട്ടാ തീയും തരൂ. ഞാനാ താങ്ക്സ് പറയണ്ടേ. നിന്നെ ഞാൻ പറഞ്ഞു കൊടുക്കട്ടോ. നമ്മുടെ അടുത്ത കളി എഴുത്. ശോകത്തിനേക്കാൾ നാറ്റോ ഇയാളെ. സഹിക്കാൻ പറ്റണില്ല. 2 ദിവസത്തെ പഴക്കമുണ്ടല്ലേ? 18 വയസ്സുള്ള പെങ്കൊച്ചാവള് ഈ പോസ്റ്റ്മോർട്ടം എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയാ അവന്മാരവിടെ കാണിച്ചു കൂട്ടുന്നത്. ഓ ചീഞ്ഞതേതായാലും നന്നായി. സത്യത്തിൽ ഇതൊക്കെ നേരിട്ട് കണ്ടാൽ ഈ പ്രേമിച്ച് ചാകാൻ നടക്കുന്ന ഓരോറ്റ പിഴച്ചങ്ങളും പിന്നെ ഈ പണിക്ക് നിൽക്കത്തില്ല. എടാ ചാടി ചാകാനാന്നും പറഞ്ഞ് രണ്ടും കൂടെ തണ്ടൂരി പാലത്തിന്റെ മുകളിൽ വന്ന് നിന്ന് ചെക്കൻ റെഡി വണ്ടി ഉത്തരി പറഞ്ഞു. ഇവനെടുത്തൊരൊറ്റ ചാട്ടം വണ്ടി. അവൻ പൊങ്ങി. 2 ദിവസം കഴിഞ്ഞ് അവള് പൊങ്ങി. അവനാരാ? മുതലേ. മുതലയോ? മുതലേ അല്ല, മുതലെന്ന്. പിന്നെ അല്ലാതെ